അങ്ങനെ നവീൻ തൻ്റെ പ്രണയം നന്ദുവിനെ അറിയിക്കാൻ വേണ്ടി അനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അനിക്കാണെങ്കിൽ അത് വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. നന്ദുവിനെ നഷ്ടപ്പെടുന്നത് തനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. അനാമികയുമായി ബന്ധം ഒഴിഞ്ഞപ്പോൾ നന്ദുവിനെ തന്നെ കിട്ടുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു. ഇനി നന്ദുവിനോട് നവീനേട്ടൻ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞാൽ നന്ദു ഒരിക്കലും നിരസിക്കുകയുമില്ല. കാരണം അത്രമാത്രം നല്ല ആളാണ് നവീനേട്ടൻ. നന്ദുവിനെ നഷ്ടപ്പെടുന്ന കാര്യം ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അനി. തൻ്റെ കുടുംബത്തെ വലിയൊരു കേസിൽ നിന്ന് രക്ഷിച്ച ആളാണ് നവീനേട്ടൻ. അങ്ങനെ ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടാതെ അനി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇക്കാര്യം തുറന്നു പറയണം, നന്ദു എന്തായാലും അറിയണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി. അങ്ങനെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദു, എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഒരുപാട് ദിവസമായി പറയണമെന്ന് കരുതിയ കാര്യമാണ്. എന്തായാലും അക്കാര്യം നീ അറിയണം. അതുകൊണ്ട് ഇന്ന് തന്നെ നിന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അനി. ആ സമയം നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്ത് പറ്റി? ഇന്നലെ നമ്മൾ കണ്ടതല്ലേ, ഇപ്പോഴെന്താ പെട്ടെന്ന്? എന്താണ് സംഭവിച്ചത്? അഭി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. അതൊന്നുമല്ല കാര്യം, എനിക്ക് നിന്നോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അനി ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അനി പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ്. അങ്ങനെ അനി അപ്പോൾ അവിടെ എത്തുന്നുണ്ട്. അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് തല താഴ്ത്തുകയാണ്. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, അനി എന്തു പറ്റി? നിന്നെ ഇതുവരെ എങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ, എന്താ പറ്റിയത് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നം തന്നെയാണ്. നീയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഒരുപാട് ദിവസങ്ങളായി എനിക്ക് ഇത് തന്നെയായിരുന്നു ചിന്ത. നിന്നോട് എങ്ങനെ അക്കാര്യം പറയണമെന്ന ടെൻഷനാണ് എനിക്ക്. ഞാൻ വീണേട്ട് കുറച്ച് ദിവസം മുൻപ് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. എന്താ കാര്യം? നവീനേട്ട സ്നേഹിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് നിന്നോട് പറഞ്ഞോ? അത് നീ അറിയുന്ന പെൺകുട്ടിയാണോ? അതാണ് നിനക്ക് ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതെ, എനിക്ക് അറിയാവുന്ന കുട്ടിയാണ്. അവളോട് ഇക്കാര്യം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ അനി പറഞ്ഞാൽ? നവീനേട്ടൻ നല്ല ആളല്ലേ? നവീനേട്ടന് ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. അത്രയ്ക്ക് തൻ്റെ ഇടമുള്ള ആളല്ലേ നവീനേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നത് കേട്ട് അനിക്കാണെങ്കിൽ ആകെ വിഷമമാവുകയാണ്. ഇനി ഇവൾക്ക് തന്നോടുള്ള സ്നേഹം കുറയുമോ? ഇനി നവീനെ ഇവൾ സ്നേഹിക്കുമോ എന്നൊക്കെ ചിന്തയിൽ അനി മുഴുകുകയാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, അനി, ആരായാലും നീ തുറന്നു പറ. എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും നവീനേട്ടനുണ്ടാകും. ആരാണെന്ന് പറഞ്ഞാലല്ലേ അറിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ നന്ദു ആകെ സങ്കടത്തോട് കൂടി പറയുന്നുണ്ട്, നവീനേട്ടൻ സ്നേഹിക്കുന്നത് മറ്റാരെയുമല്ല, വനിതാ പോലീസിനെയാണ് നവീനേട്ടൻ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, അത് നീയാണ് നന്ദു എന്ന് പറയുകയാണ് അനി. ഇത് കേട്ടപ്പോൾ നന്ദുവിനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെറുതെ തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയല്ലേ. അനി പറഞ്ഞത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നവീനേട്ടൻ ഇതുവരെ എന്നോട് ആ രീതിയിൽ പെരുമാറിയിട്ടേ ഇല്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊരിക്കലും ശരിയായ കാര്യമല്ല. നവീനേട്ടനെ ഞാൻ രീതിയിൽ കണ്ടിട്ടേ ഇല്ല. എന്താണ് അനി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, നന്ദു, അതാണ് സത്യം. നവീനേട്ടൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ നവീനേട്ടൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അത് നിന്നോട് തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് നവീനേട്ടൻ എന്നോട് പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നവീനേട്ടനെ. നവീനേട്ടൻ്റെ അമ്മയുടെ സങ്കല്പത്തിനൊത്ത പെണ്ണാവാത്തത് കൊണ്ട് തന്നെ നിന്നോട് പറയാതിരുന്നതായിരുന്നു. അതുകൊണ്ടാണ് നവീനേട്ടൻ ഇത്രയും കാലം വിവാഹം കഴിക്കാതെ നടന്നത്. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ അനി പറയുമ്പോൾ, അനി പറയുന്നത് കേട്ട് നന്ദു ആണെങ്കിൽ ആകെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അനി, നിന്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കേണ്ടി വരിക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ, നവീനേട്ടൻ എത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യം പറയുക? പിന്നെ നമ്മുടെ കാര്യം തന്നെ നടക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അക്കാര്യം ഞാൻ പറയുക? എനിക്ക് ഒരുപാട് സഹായം ചെയ്ത ആളാണ് നവീനേട്ടൻ. അതുകൊണ്ട് തന്നെ നവീനേട്ടനെ വിഷമിക്കുന്ന തരത്തിൽ അങ്ങനെ പറയാൻ തോന്നിയില്ല നന്ദു. ഇനി നിനക്ക് തീരുമാനിക്കാൻ എന്താ വേണ്ടതെന്ന്. എനിക്കൊന്നും പറയാനില്ല നന്ദു. എന്തായാലും നീ ആലോചിച്ച് തീരുമാനിക്കുക. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? നവീനേട്ടനെ ഒരിക്കലും തനിക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല. ഇനി എങ്ങനെയാണ് നവീനേട്ടനോട് ഇക്കാര്യം തുറന്നു പറയുക? എന്തായാലും അനിയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ? അനിയോടല്ലാതെ വേറെ ആരോടും തനിക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദു. പക്ഷെ നവീനോട് ഇക്കാര്യം പറയുന്നതോർത്ത് നന്ദു ആണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ആരോടാണ് പറയുക എന്ന ടെൻഷനിൽ നിൽക്കുകയാണ് നന്ദു.
ഇതേസമയം അനിയാണെങ്കിൽ വളരെ വിഷമത്തിലാണ്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.